മദീനയിലേക്ക് പോകുന്നവര് 3 രൂപത്തിലാണ് മദീനയിലേക്ക് പോകുന്നത്. ഒന്നാമതായി മദീനയിലേക്ക് പോകുന്നത് അതേ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാനാണത്രേ. അവിടെ നിസ്കരിച്ചാൽ ഒരുപാട് കൂലിയുണ്ട്. ആ കൂലി കിട്ടണമെന്ന ഉദ്ദേശത്തോടെയാണത്രേ മദീനയിലേക്ക് കുറെ ആളുകൾ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ആ മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് ചെല്ലുന്നത്. അതെ, അവിടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഒരുപാട് നിസ്കരിച്ചാൽ ഒരുപാട് കൂലിയുണ്ട്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10,000 റക്അത്തുകൾ നിസ്കരിച്ച കൂലിയുണ്ട്. അത് വാങ്ങാൻ വേണ്ടിയാണത്രേ ചിലര് മദീനയിലേക്ക് സിയാറത്തിന് മദീനയിലേക്ക് പോകുന്നത്. സുബ്ഹാനല്ലാഹ്, വേറെ കുറെ ആളുകൾ മദീനയിലേക്ക് പോകുന്നതോ അതെ, എല്ലാവരും പോകുമ്പോ ഞാനും അങ്ങനെ പോവുക തന്നെ. പ്രത്യേകമായ ലക്ഷ്യങ്ങളൊന്നുമില്ല, പ്രത്യേകമായ നിയ്യത്തുകളൊന്നുമില്ല. എല്ലാവരും മദീനയിൽ പോകുന്നു, ഞാനും മദീനയിൽ പോകുന്നു. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അവര് മദീനയിൽ പോകുന്നത് മാഷാ അല്ലാഹ് അങ്ങേയറ്റത്തെ ഇഷ്ട് കൊണ്ടാണ്, അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ്. എന്റെ നേതാവ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, എന്റെ നേതാവിന് ഒരു രോമത്തിന് പോലും ഒരു പോറലും സംഭവിച്ചിട്ടില്ല. എന്റെ നേതാവ് ഒരു ചുമരിന്റെ അപ്പുറത്ത് ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ എന്റെ നേതാവ് ഒരു ചുമരിന്റെ അപ്പുറത്തുണ്ട്. എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട്, എന്റെ സലാം മടക്കുന്നുണ്ട്. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യണം, അവിടത്തോട് ശഫാഅത്തിനെ ചോദിക്കണം. അവിടത്തെ ഹദ്റത്തിൽ വെച്ച് പാപങ്ങളെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞ് പൊരുത്തപ്പെടിക്കണം. മുത്തുനബിയോട് നാളെ മഹ്ശറയിലുള്ള ശഫാഅത്തിനെ ചോദിക്കണം. ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കുന്ന വെള്ളത്തിനെ എനിക്ക് തരണമെന്ന് മുത്തുനബിയോട് ചോദിച്ചു വാങ്ങണം. അങ്ങനെ മുത്തുനബിയെ കണ്ടവർ, മുത്തുനബിയെ അനുഭവിച്ചവർ, മുത്തുനബിയിൽ നിന്ന് വാങ്ങേണ്ടതെല്ലാം വാങ്ങിയവർ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അഭമ്യമായ ഇഷ്ക് കൊണ്ട്, മഹബത്ത് കൊണ്ട്, പ്രിയം കൊണ്ട്, സ്നേഹം കൊണ്ട് മദീനയുടെ പരിശുദ്ധമായ പച്ചക്കുബ്ബ കാണുമ്പോ വിതുമ്പി 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 കരഞ്ഞവര്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഹജ്ജിന് വേണ്ടി യാത്രയാകുന്നവരുണ്ട്. അതേ, പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നവരുണ്ട്. ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് മദീനയിലേക്ക് സിയാറത്തിന് വരുന്നവരുണ്ട്. കേവലം മസ്ജിദുൻ നബവിയുടെ നിസ്കാരമല്ല, അല്ലെങ്കിൽ എല്ലാവരും പോകുമ്പോ ഞാനും പോകുന്നു എന്നല്ല, മറിച്ച് ഒരു ചുമരിന്റെ അപ്പുറത്തുണ്ട് സ്വാദിഖുൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തായ തങ്ങളെ കാണണം, ആ മുത്തുനബിയോട് അതേ ശഫാഅത്തിനെ ചോദിക്കണം, ആ മുത്തുനബിയോട് സ്വർഗത്തിനെ ചോദിക്കണം. നാളെ മഹ്ശറ വൻസഭയിലെത്തുമ്പോ എന്നെ പരിഗണിക്കണമേ നബിയേ എന്ന് മദീനയിൽ ചെന്ന് പറയണം. സ്വർഗത്തിന്റെ വാതിൽ ഉദ്ഘാടനം ചെയ്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ഘാടനം ചെയ്തിട്ട് മുത്തു റസൂലുള്ള സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ ആനന്ദിക്കുകയല്ല, മറിച്ച് വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തി വെച്ചത് മുതഅല്ലിമീങ്ങളായ നമ്മള് അവിടുത്തെ ഗ്രന്ഥത്തിൽ കണ്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്, സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. എന്റെ ഉമ്മത്തിൽ ആരാണ് നരകത്തിലേക്ക് പോകുന്നത്, അവരെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഉണ്ടാകുമെന്ന് കളവ് പറയാത്ത നാവ് കൊണ്ട് സ്വാദിഖുൽ അമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശഫാഅത്ത് വാങ്ങാനാണ്, ആ മുത്തുനബിയുടെ പൊരുത്തം വാങ്ങാനാണ് നമ്മൾ മദീനയിലേക്ക് പോകേണ്ടത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മദീനയിലെത്താതെ ഞങ്ങളെ നീ മരിപ്പിക്കരുതേ അല്ലാഹ്.